മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കാലയുടെ പ്രസാദമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്താ ചെയ്യാൻ പോന്നേ? എല്ലാം വറുത്തത്. ഇതിനകത്ത് നമ്മൾ വറക്കാതെ ഇട്ടത്, കാരണം അവിടെ വെച്ചിട്ട് നമ്മൾ വറുത്തിട്ടില്ല. അതുകൊണ്ട് വറുത്തത് വേറെ സെപ്പറേറ്റ്. ഇപ്പം നേദിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടി വറുത്തത് ഇട്ട് മിക്സ് ചെയ്യും. അതിന് മുമ്പ് പഴം എടുത്ത് മാറ്റുവാണ്. പഴം എടുത്ത് മാറ്റാൻ പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഓസ്റ്റിൻ പൊങ്കാല എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നത്. നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇച്ചിരി കാറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഈ ഫ്ലെയിമൊക്കെ അങ്ങ് പറന്ന് പോകുമായിരുന്നു. അതുകൊണ്ട് വേവാനൊക്കെ കുറച്ച് താമസിച്ചു. നമ്മൾ സ്റ്റൗവാണ്, നമ്മൾ അടുപ്പിലല്ല ചെയ്യണേ. അപ്പൊ സ്റ്റൗവിൽ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മറ്റേത് നമ്മുടെ വിറകടുപ്പൊന്നും പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് കാറ്റും ഇന്ന് ഭയങ്കര കാറ്റുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് ചിലരുടെയൊക്കെ ഭയങ്കര താമസിച്ചു വേവാൻ. നമ്മുടെ ഏതായാലും ദൈവം സഹായിച്ച സ്റ്റൗവിന് ഒരു കവർ ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതപ്പം വെച്ചിട്ട് ഈ പഴം ഞങ്ങളങ്ങ് കഴിക്കും. എന്നിട്ട് പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് കഴിക്കാം അല്ലേ? എങ്ങനെയുണ്ടമ്മേ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്താ കുറവ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? നെയ്യ് കൂടുതലുണ്ടോ? ഇല്ല, കറക്റ്റ് അല്ലേ? കൊള്ളാം അല്ലേ? ഇപ്പൊ ഞാനിവിടെ പൊങ്കാല പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ദിവന്ന് പറഞ്ഞു കൊള്ളാന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. മധുരം അവിടുന്ന് തന്നെ മധുരം പരംചേട്ടന്റെ പായസം കഴിച്ചിട്ട് ഭയങ്കര നല്ല നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് നീന്തൂന് മാറ്റി വെക്കണം. അപ്പോൾ പെട്ടെന്നൊരു മീൻ പീര റെസിപ്പി നോക്കാവേ. അമ്മയുടെയാണേ. ഇതിൻ്റെ അകത്ത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടെ ഇടണം. തേങ്ങ കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒത്തിരി അങ്ങോട്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഈ ചെറുതായിട്ട് അമ്മ പറയുന്നുണ്ട്, ചെറുതായിട്ട് ചിരവുന്നാണെങ്കിൽ അരക്കണ്ട അതല്ലേ. എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് ചേർക്കുകയോ ചെയ്യാം. ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. നമുക്കിതാ വളരെ കുറച്ചൊരു 2 പിടിയേ ഉള്ളൂ മീന്. അപ്പം വളരെ കുറച്ച് എമൗണ്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കുക. കുടംപുളി ഇടില്ലേ ഇതിൽ? കുറച്ച് മല്ലിപ്പൊടി ഇടും അതിലേക്ക്, വളരെ കുറച്ച്. ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അമ്മ പറയുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു. കുടംപുളി ഒരു വലിയ പുളി കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഉപ്പ് ആവശ്യത്തിന്, ഒന്നിച്ച് മിക്സ് ചെയ്യുക. കൂടെ മഞ്ഞൾപ്പൊടി വേണമേ. ചൂടാകുമ്പോൾ മഞ്ഞൾപ്പൊടിക്ക് കളർ കൂടും. ഇത് അടച്ചു വെച്ച് കഴിക്കും അല്ലേ? എന്നിട്ട് പച്ച വെളിച്ചെണ്ണ തൂവി എടുക്കും. അത്രേ ഉള്ളൂ, റെസിപ്പി കഴിയും. ഈസി പീസി. മീൻ പീര റെഡി. കാലെ പിടിക്കട്ടെ, തരുമോ? കാല് തരുമോ? പ്ലീസ്. ആക്കാൻ നോക്കട്ടെ. തരൂല, കാല് തരൂല. അമ്മയുടെ ചിക്കുട്ടി, അമ്മയുടെ ചിക്കു. എന്താണ് അമ്മയുടെ ചിക്കുമോൻ എവിടെ? അമ്മയുടെ ചിക്കു ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലെക്സസ് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഒരു പോട്ട്ലക്ക് പ്ലാൻ ചെയ്തിരുന്നു. അവരുടെ അടുത്തേക്ക് പോവാ സർപ്രൈസ് ആയിട്ട്. അപ്പോൾ ശങ്കുചേട്ടനോട് നേരത്തെ പറഞ്ഞതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ശങ്കുചേട്ടൻ മെസ്സേജ് അയച്ചു, ലെക്സ് ചേച്ചിക്ക് പനിയും ചുമയുമാണ്, അതുകൊണ്ട്
ഈ തവണ സ്കിപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും പോട്ട്ലൊക്കെ ആയിരുന്നതുകൊണ്ട് കുറേ പേരൊക്കെ കറികളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു. രാവിലെ തന്നെ എണീറ്റ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഓർത്തു എന്നാൽ പിന്നെ എല്ലാവരും അവൈലബിൾ ആണല്ലോ, എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോരും, എല്ലാവരും കറി ഉണ്ടാക്കിയവരും വരാൻ താല്പര്യമുള്ളവരും കൂടി ഇങ്ങോട്ട് വാ, ഏതായാലും ലക്സേച്ചിയുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല, എന്നാൽ പിന്നെ ഇവിടെ കൂടാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് വൈകുന്നേരം. അതാണ് ഇന്നത്തെ പരിപാടി. ദാ എല്ലാവരും എത്തിയിട്ടുണ്ട്. പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് കുക്കിയും ചിക്കുവും. എവിടെയും അവരുണ്ടാവും, അവരില്ലാത്ത ഒരു പരിപാടിയില്ല കേട്ടോ. സജു ചേട്ടനാണ് ഗെയിമിൻ്റെ ആള്. എല്ലാ തവണയും പുതിയ പുതിയ ഓരോ ഗെയിമുമായിട്ടും എത്തും. ഇത്തവണയുണ്ടായിരുന്നു പുതിയൊരു ഗെയിം. അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് സജു ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹെയിലാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ സീക്രട്ട് വേർഡ് ഇവിടെ ഹെയിൽ എന്ന് എഴുതുക ഫസ്റ്റ്. എല്ലാരും അതേപോലെ ചെറിയൊരു അപ്പറ്റൈസറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഈ ഗെയിമുമായിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അൺനോൺ ടൈം. ഓ എൻ്റെ ദൈവമേ, ഈ ഗെയിം കളിച്ചപ്പോഴാണ് ഇത്ര വലിയ കലാകാരന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇത് അവർ മിനിറ്റ് എത്രയാ അപ്പൊ ടൈം. ഇത് ക്രിക്കറ്റ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബേസ് തെറിച്ചിട്ട് ടൈം ഔട്ട്. പക്ഷെ ഗസ് ചെയ്തതിൽ ടൈം വന്നിട്ടുണ്ട്. ടൈം മാത്രമേ മനസ്സിലായുള്ളൂ. ഔട്ട് കിട്ടിയില്ല. പക്ഷെ അത് ഇപ്പറയിലേക്ക് വന്നപ്പോ ക്ലോക്കായി. അവർ മിനിറ്റ് എത്രയാ അപ്പൊ ടൈം. ഇതുണ്ടോ ബേസ് തെറിച്ചിട്ട് മൂന്ന് സ്റ്റെപ്പ് കൂടെ വെച്ചിട്ടില്ല കേട്ടോ. പാം ട്രീ ആക്കി. സെക്കൻഡ് ആള് എന്തോ ചന്ദനത്തിരി എന്നാലും ഗസ്റ്റ് കറക്റ്റ് ആണ്. കോക്കനട്ട് ട്രീ. You should have put one knife plus cheese. അപ്പോൾ cut the cheese. അങ്ങനെ ചെയ്യാം. Okay. Good. Hatchet. അതെന്താന്ന് പോലും അറിയില്ല. നൈഫ് ഉദ്ദേശിച്ചപ്പോ സൈഡിൽ കട്ട് ചെയ്യാനുള്ള പച്ചക്കറി വെച്ചതാ. കാരണം എന്റെ നൈഫ് പച്ചക്കറി ആദ്യത്തെ സ്റ്റെപ്പിലേ പോയി. അതെന്താ നീ ഉദ്ദേശിച്ചത്? മാച്ച് പാറ്റേൺ ഞാൻ വൃത്തിയായിട്ട് ഒരു പിന്നെ മാട്രസ് വരച്ച് കറക്റ്റ് ആയിട്ട് അതാരോ എഴുതിയാണ് ബെഡ്. അപ്പൊ അത് അടുത്ത ആശ വളരെ കൃത്യമായിട്ട് ഒരുത്തനെ അവിടെ വീട്ടിൽ പോയി നോക്കണം. ബെഡിൽ ആൾക്കാർ സൈഡില് അപ്പൊ അത് കണ്ടു നേരത്തെ ബെഡ് സ്ലീപ്പിംഗ്. അതുകൊണ്ട് ഞാൻ അടുത്ത പെർഫെക്റ്റ് വരച്ചു. പിന്നെ ഒരു ഫിഷ് ടാങ്കില് ഒരുത്തൻ വെട്ടി കിടന്നു. ഇപ്പൊ രണ്ടുപേരെ അടുത്ത തുറക്കണോ? അതാരോ മാട്രസ് എഴുതി. ഞാൻ സൂപ്പറായിട്ട് വരുന്നത് എന്തിനോ കല്ലും കൂടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ വലിയ കോമഡിയാ. വെറുതെ കിടന്ന് ഉണങ്ങിയെത്താൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരച്ചു. എന്റെ ബുദ്ധിയുണ്ട്, ഞാനും കറക്റ്റായിട്ട്. ചിരി ആയുസ് കൂട്ടുമെന്നാണല്ലോ പണ്ടാരോ പറഞ്ഞിട്ടുള്ളത്. ഇനി ചിരിക്കാതിരുന്നിട്ട് ആയുസ് കുറയണ്ട. അങ്ങനെ തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് ഈ മുതലുകളെയൊക്കെ ഒന്നിച്ചൊന്ന് വിളിച്ച് കൂട്ടിയാൽ മതിയാവും.
ചിരിച്ച് ചിരിച്ച് വയറ് വേദനിക്കും വരെ തമാശകൾ പറഞ്ഞും ഗെയിം കളിച്ചും ഞങ്ങൾ ഒന്നിച്ചിരുന്നു. പാളിപ്പോയൊരു സർപ്രൈസ് ബർത്ത്ഡേ ഡിന്നർ ബർത്ത്ഡേ ഗേൾ ഇല്ലാതെ ഞങ്ങൾ ഇത്തവണ ആഘോഷിക്കേണ്ടി വന്നു. ഭക്ഷണം കണ്ടപ്പോൾ അതിൻ്റെ ചമ്മലൊക്കെ എല്ലാവരും മറന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ സജീഷ് ചെയ്തത് ഹോട്ട് ബോഡി. ആനയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ സർപ്രൈസും നടന്നില്ല, കേക്ക് കട്ടിങ്ങും നടന്നില്ല. എന്നാൽ പിന്നെ എല്ലാവരുടെയും വക ഒരു ബർത്ത്ഡേ വിഷസ് റെക്കോർഡ് ചെയ്ത് അങ്ങ് ലക്സേച്ചിക്ക് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഹലോ ലക്സേച്ചി, ഇന്ന് ലക്സേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോട്ട്ലക്ക് പുട്ട് ഡിന്നർ നമ്മൾ തന്നെ കഴിക്കുകയാണ്. ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ എല്ലാവരുടെയും വിഷസ് അറിയിക്കുന്നു. ചിക്കൻ കറി ഇതെന്താടി ചെറിയ ബൗളിലൊക്കെ പുട്ട്, കടലക്കറി, പയറ്. അതെ അഭിലാഷ് ചേട്ടാ, ഈ പ്രത്യേക സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? ലക്സേച്ചി ഇല്ലാതെ ലക്സേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനോട് എന്ത് തോന്നുന്നു? എന്താണ്? പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കഴിക്കാൻ നല്ല വിശപ്പ് എടുത്ത് കാണിച്ചിട്ട് മിസ്സായിപ്പോന്ന് പറഞ്ഞേക്കും. ബർത്ത്ഡേ ഉള്ള ആളുടെ ബർത്ത്ഡേ പെടക്കോഴിയാണോ? ഭയങ്കര സോഫ്റ്റ് ആണ്. അഭിലാഷം വെച്ചത് മസാല ഞങ്ങൾക്ക് വീഡിയോ വരും കേട്ടോ. ചെമ്പരാണ് പറഞ്ഞാലല്ല. അല്ല, ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യത്തില്ല കേട്ടോ. അല്ല ലക്സസ് ഇതെല്ലാം മിക്സ് ചെയ്ത് എല്ലാത്തിനും കോസ്റ്റ് കൊടുത്തേക്കാം. നല്ല അടിപൊളി ചിക്കൻ കറി, പുട്ട്, കടല, നോക്കുന്നത് ചിക്കൻ കറി, കടലക്കറി, പയറ്, പുട്ട്, അതിനകത്തില്ലേ ചേച്ചി? സജിച്ചേട്ടൻ എന്താ പറയാനുള്ള? ലക്ഷ്മിയോട് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. വരാൻ പറ്റാത്തതില് ഞങ്ങളങ്ങ് ആഘോഷിച്ചു. മാറിപ്പോയി. സങ്കടമുണ്ട്. 38ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ലക്ഷ്മിക്ക് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും. എന്താ ലക്ഷ്മി ഇല്ലാതെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിഷമമുണ്ട്. സജിച്ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. അത്രേ ഉള്ളൂ. അതെ, ഞങ്ങൾ പുട്ട് കഴിച്ച് ആഘോഷിക്കുവാണ്. എല്ലാവിധ ആശംസകളും. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ലക്ഷ്മിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. ഞാൻ തന്നെ കറി ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ആ എക്സ്പ്രഷൻ ഒക്കെ ഞങ്ങൾക്ക് മിസ്സാവുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ലക്സേച്ചി ഇല്ലാതെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. 3 ഡിഫറെന്റ് വെറൈറ്റി ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾ ലക്സേച്ചിയുടെ ബർത്ത്ഡേ ഇന്ന് ശരിക്കും അവിടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട്, ലക്സേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ലക്സേച്ചിയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. എല്ലാം സുഖമായിട്ട് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വാച്ച് ചെയ്യണം. ബൈ. വാച്ച് ചെയ്യണം. Happy birthday, Lakshmi. ഹാപ്പി ബർത്ത്ഡേ